ജമ്മുകാശ്മീരിലെ കിഷ്ത്വാരയിൽ സുരക്ഷാ സേനയും ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുന്നു. 2 സൈനികർക്ക് വീരമൃത്യു. സൈന്യം 3 ഭീകരരെ വധിച്ചു. വിശദാംശങ്ങൾ നൽകാൻ അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, മണിക്കൂറുകളായി സേനയും അതുപോലെ ഭീകരരും ഏറ്റുമുട്ടൽ തുടരുകയാണ്. നിലവിൽ എങ്ങനെയാണ് അവിടെ അവസ്ഥ? ഭദ്ര, ഇപ്പോൾ കിഷ്ത്വാരയിലെ ഏറ്റുമുട്ടലിൽ ജമ്മുവിൽ 2 ഇടങ്ങളിലായാണ് ഏറ്റുമുട്ടൽ നടന്നത്. ആദ്യം ഇന്നലെ വൈകിട്ട് ഒരു 3:30യോടുകൂടി കിഷ്ത്വാരയിലെ ഛാത്രൂ മേഖലയിൽ അവിടെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ 3 ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് ഒരു ദൗത്യസംഘം അങ്ങോട്ട് പുറപ്പെടുകയും അവരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു വരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ഈ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ വെടിവെപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇപ്പോൾ തിരിച്ചുള്ള സൈന്യത്തിന്റെ വെടിവെപ്പിൽ ഭീകരർ മരിച്ചതായാണ് വിവരം. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമോ ഒരു പ്രസ് റിലീസോ വന്നിട്ടില്ലെങ്കിലും ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഭീകരരിൽ ഒരാൾ വെടിയേറ്റ് നിലത്ത് കിടക്കുന്ന ദൃശ്യങ്ങൾ ഈ ഡ്രോണിൽ പതിങ്ങിയിട്ടുണ്ട്. ആ ഡ്രോൺ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഭീകരർ വധിച്ചു എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജമ്മു കശ്മീരിലെ തന്നെ ബാരാമുള്ളയിലും ഇതേപോലെ ഏറ്റുമുട്ടൽ, കിഷ്ത്വാരയിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായതിന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ബാരാമുള്ളയിലും മറ്റൊരു ഏറ്റുമുട്ടൽ നടന്നിരുന്നു. അവിടെയും സൈന്യവും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് നേരെ ഭീകരരുടെ ഭാഗത്ത് നിന്ന് എവിടെ നിന്നാണ് എന്നറിയാത്ത ഒരു വെടിവയ്പ് ഉണ്ടാകുകയും തുടർന്ന് സൈന്യം തിരിച്ചടിക്കുകയുമായിരുന്നു. അവിടെയും ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ജമ്മു കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഒരേ ദിവസം തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇത്രയധികം ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇന്റലിജൻസ് വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജമ്മു കശ്മീർ പോലീസും ഇന്ത്യൻ ആർമിയും സംയുക്തമായി ഒരു ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിവരികയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലും തുടർച്ചയായ ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുൻപ്, കഴിഞ്ഞ ദിവസമാണ് അതല്ലെങ്കിൽ 12-ാം തീയതിയാണ് കശ്മീരിലെ തന്നെ രജൌരിയിൽ, പൂഞ്ചിലും ഇത്തരത്തിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുന്നത്. അതിനുശേഷം ഇന്നലെ കിഷ്ത്വാരയിൽ, ഇന്ന് മണിക്കൂറുകൾക്ക് ശേഷം അവിടുത്തെ തന്നെ മറ്റൊരു സ്ഥലത്ത്, ഇങ്ങനെ നിരവധിയായി ആക്രമണങ്ങൾ ഇപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ആർമിയുടെ വൈറ്റ് നൈറ്റ് കോർപ്സ് എന്ന വിഭാഗവും എന്ന ബറ്റാലിയനും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി കൊണ്ടൊരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തിക്കൊണ്ട് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്റലിജൻസിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭീകരർ ഒളിച്ചു താമസിക്കുകയും വേഷം മാറിക്കൊണ്ട് സമൂഹത്തിൽ നുഴഞ്ഞു കയറി താമസിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുകയും അവിടേക്ക് ഈ 2 പോലീസും ആർമിയും അടങ്ങുന്ന ദൗത്യസംഘം എത്തുകയുമാണ് ചെയ്തിരുന്നത്. ഇത്തരത്തിലുള്ള 2 ദൗത്യസംഘങ്ങൾക്ക് നേരെയാണ് ഈ 2 ആക്രമണങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഈ 2 ഇടങ്ങളിലും കനത്ത ഏറ്റുമുട്ടലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു വിഭാഗങ്ങളിൽ നിന്നും കനത്ത വെടിവയ്പ്പാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ കിഷ്ത്വാരയിൽ നടന്ന വെടിവയ്പ്പിൽ 4 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. അതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. 2 പേരാണ് മരിച്ചത്. നായിക് സുബേദാർ വിപിൻ കുമാറും അതുപോലെ തന്നെ ശിപ്പായി ആയിട്ടുള്ള അരവിന്ദ് സിംഗുമാണ് കൊല്ലപ്പെട്ട അല്ലെങ്കിൽ വീരമൃത്യു വരിച്ച 2 ജവാന്മാർ. ബാരാമുള്ളയിലെ ഏറ്റുമുട്ടൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവിടെ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സൈന്യത്തെയും അതുപോലെ തന്നെ ഡ്രോൺ പോലുള്ള സാങ്കേതിക വിദ്യകൾ, ഒളിച്ചിരിക്കുന്ന ഇവരെ കണ്ടുപിടിക്കുന്നതിനും എവിടെ നിന്നാണ് ആക്രമണം അല്ലെങ്കിൽ എവിടെ നിന്നാണ് വെടിയുതിർക്കുന്നത് എന്ന് അറിയുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അടക്കമുള്ള സംവിധാനങ്ങൾ അവിടേക്ക് കൂടുതൽ ലഭ്യമാക്കുമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ റഡാറുകളും ഡ്രോണുകളും കൂടുതൽ ആയുധങ്ങളും കൂടുതൽ പ്രഹരശേഷിയുള്ള അല്ലെങ്കിൽ കൂടുതൽ ദീർഘമായ ദൂരത്തേക്ക് വ്യാപകമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങളും എത്തിക്കുമെന്ന് ആർമി അറിയിച്ചിട്ടുണ്ട്. ഭദ്ര. ശരി, അതുല്യാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാരയിലാണ് ഭീകരരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. 2 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുകയാണ്. അതേസമയം 3 ഭീകരരെ വധിച്ചതായി സൈന്യം അറിയിക്കുന്നു.